പറയുന്നത്. അല്ലാതെ ഞാൻ ആരും പറഞ്ഞു പറയിപ്പിക്കുന്നതോ അല്ലാതെ ഒന്നുമല്ല. എന്റെ ജീവിതം എന്നെ അറിയുന്ന ഒരുപാട് പേര് ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്, തൃശ്ശൂരും അല്ലാതെയൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും അതൊക്കെ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് ഡോക്ടറെ കാണാം. താല്പര്യമില്ല നിങ്ങൾ വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഡോക്ടറെ കണ്ട് വെറുതെ നമ്മുടെ ജീവിതം ഇങ്ങനെ വേദനിച്ച് സഹിച്ച് നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. ഡോക്ടറെ കണ്ട് അസുഖം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള ട്രീറ്റ് ചെയ്ത് നമ്മൾ സന്തോഷകരമായിട്ട് നമസ്കാരം, ഡോക്ടർ ആൽഫിനെയാണ്. വീണ്ടും ഒരു പേഷ്യൻ്റ് ഫീഡ്ബാക്ക് വീഡിയോയാണ്. എത്ര അസുഖങ്ങളുണ്ടെന്ന് അറിയാമോ? ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈ കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, ഗ്യാസ്ട്രൈറ്റിസ്, യൂട്രൈൻ ഫൈബ്രോയിഡ്സ്, അതായത് യൂട്രസിൻ്റെ മുഴകൾ, മൾട്ടി ജോയിൻറ്റ് പെയിൻസ്, എല്ലാ ജോയിൻറ്റുകൾക്കും വേദന, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ, ഇൻസോംനിയ. ഇതെല്ലാം കൂടാതെ ഇതിനൊക്കെ കാരണക്കാരനായ മറ്റൊരു മെയിൻ അസുഖം അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, അത് നമുക്ക് പേഷ്യനോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പം ഇത് മെയിനായിട്ട് അവർ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് കൂടാണ്ട് മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പം നമ്മൾ മരുന്ന് കഴിക്കാൻ നോക്കിയാൽ ഏറ്റവും കുറഞ്ഞത് 10 കൂട്ടം മരുന്നുകൾ, അത് മിക്കതും ജീവിതാവസാനം വരെ മരിക്കുന്നവരെ കഴിക്കേണ്ടി വരുന്ന മരുന്നുകളാണ്. അപ്പം ഇത് ഉള്ളത് കഴിഞ്ഞ 30 വർഷമായി രോഗികളെ പരിചരിച്ച് മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഉള്ള ഒരാൾക്കാണ്. ഇത് തുടങ്ങിയിട്ട് 20 വർഷങ്ങളായി. അപ്പം ഈ 20 വർഷങ്ങൾ കൊണ്ട് തുടങ്ങിയ ഈ പ്രശ്നങ്ങൾക്ക് ഇപ്പം എന്തൊക്കെയുണ്ട് മാറ്റങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ. അപ്പം ചേച്ചി, എത്ര വർഷമായി ചേച്ചിക്ക് പ്രശ്നങ്ങൾ തുടങ്ങി? എനിക്ക് 20 വർഷമായിട്ട് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ട്. ആദ്യമായിട്ട് ഞാൻ മോനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിലാണ് തുടങ്ങിയത്. മോനൊക്കെ 20 വയസ്സായി. 20 വർഷം മുൻപൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പ്രഗ്നൻസിയിൽ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് എനിക്ക് തൊണ്ട ഉണങ്ങണ ഒരു പ്രശ്നമായിട്ടായിരുന്നു കംപ്ലൈന്റ് വന്നത്. തൊണ്ട വരണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക്. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഹോർമോണിന്റെ പ്രശ്നം കണ്ടത്. അങ്ങനെ അവർ അന്ന് 50 mcg സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് 6 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ അത് 75 ആക്കി. പിന്നീട് പ്രഗ്നൻസി ഡെലിവറിക്ക് ശേഷം അത് 100 ആക്കി. കുറച്ച് നാൾ 100 ആയിട്ട് നടന്നു. പിന്നീട് ചെക്കപ്പ് ചെയ്തിട്ട് അത് 150 വരെ ആക്കി. 150 ആക്കിയതിന് ശേഷം ഒരു 2-3 വർഷം അങ്ങനെ തന്നെ പോയി. അതിനുശേഷം ഇപ്പോൾ 12 വർഷത്തോളമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് 100 mcg ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം കഴിച്ചിട്ടും എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ കൂടുന്നതല്ലാതെ ഇതുവരെ ഒന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഷുഗർ സ്റ്റാർട്ട് ചെയ്തു. ഷുഗർ തുടങ്ങി. പ്രഷർ എനിക്ക് 180/100 ആയിരുന്നു ആരംഭത്തിൽ തന്നെ. അതിന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കൊളസ്ട്രോള്, ട്രൈഗ്ലിസറൈഡ്സ് ഇതെല്ലാം ഹൈ ആയി. അങ്ങനെ കൊളസ്ട്രോളിനും ടാബ്ലറ്റ് കഴിച്ചു. ഇതൊന്നും പോരാതെ ഉറക്കം ശരിയാവുന്നില്ല. ഉറക്കം രാത്രിയിൽ കിട്ടാതെ വന്നപ്പോൾ ഉറക്കത്തിനുള്ള ടാബ്ലറ്റ് അതും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അതും കഴിച്ചിരുന്നു. എത്ര വർഷം ഈ ഉറക്ക ഗുളിക ഗുളിക ഞാനൊരു 10 വർഷത്തിനേക്കാളും മേലെ ആയിട്ടുണ്ട് ഉറക്ക ഗുളിക കഴിക്കണ്ടായിരുന്നു. എന്നിട്ടും ഉറക്കം ശരിയാവണില്ല. നേരത്തെ എണീക്കും. ഞാൻ 6 മണിക്ക് എണീക്കും, ചില ദിവസം 5:30 എണീക്കും. അങ്ങനെ പക്ഷെ അപ്പോഴും ഉറക്കം ശരിയായിട്ടൊന്നുമല്ല. അങ്ങനെ എണീറ്റ് പോരായിരുന്നു. ഇതിനൊക്കെ പുറമെ എൻ്റെ ശരീരം ഇങ്ങനെ ചീർത്ത് വരിക. ശരീരം ഭയങ്കരമായിട്ട് കൂടുക. ഞാൻ ആദ്യം 70 കിലോ ഒക്കെ പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോ ഞാനിവിടെ ഡോക്ടറെ അടുത്ത് വരുമ്പോൾ 87 കിലോ ആയി. 87.5 കിലോ ആയി. 87 കിലോ ആയി. അങ്ങനെ അതിൻ്റെ ഒപ്പം തന്നെ ശരീരം കിടക്കുക, നടക്കാൻ പറ്റണില്ല, മേല് മുഴുവനും വേദന, 2 കാലിന്റെ കണ്ണി ഭയങ്കര വേദനയായിരുന്നു, വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് ഞാൻ കുറെ തീരെ നിർത്തിയാതെ പറഞ്ഞപ്പോൾ ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട് ഹോമിയോ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഡോക്ടറും ഇതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉണ്ട്, അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് അതിനൊക്കെ ആയിട്ട് മെഡിസിൻസ് തന്നു. അതിന്റെ ഒപ്പം തന്നെ ഈ ഇംഗ്ലീഷ് മെഡിസിൻസും കഴിക്കാൻ പറഞ്ഞു. രണ്ടും കൂടെ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇംഗ്ലീഷ് മെഡിസിൻസും കഴിച്ചു. ഈ ഹോമിയോ മെഡിസിനും ഒരു 6 മാസം ഞാൻ കഴിച്ചു. പക്ഷെ അതിൽ നിന്നൊന്നും തന്നെ എനിക്ക് ഒരു നേട്ടം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ യൂട്യൂബ് ചെക്ക് ചെയ്തപ്പോഴാണ് ഡോക്ടറുടെ ടെസ്റ്റ് കിട്ടിയത്. അങ്ങനെ ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടറെ അടുത്ത് വന്നു. ഞാനിപ്പോൾ 3 മാസമായിട്ട് ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലാണ്. മെഡിസിൻസും കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിസിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻസ് എല്ലാതും സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഡോക്ടർ ഈ മെഡിസിൻസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഈ മെഡിസിൻ മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ. ഇപ്പം 3 മാസമായി. ഇപ്പോൾ എൻ്റെ വെയിറ്റ് 87.5 കിലോയിൽ നിന്ന് ഇപ്പോൾ 70 കിലോയേ ഉള്ളൂ. 17.5 കിലോ എനിക്ക് കുറഞ്ഞു. അത്രയും വെയിറ്റും കുറഞ്ഞു. എൻ്റെ മേലിൻ്റെ വേദന ഫുള്ള് എനിക്ക് മാറി. 2 കണ്ണിലും വേദനയിട്ട് ഞാൻ വർഷങ്ങളായിട്ട് നേരെ എനിക്ക് നടക്കാൻ പറ്റിയിട്ടില്ല. കാല് പാദം കുത്തി നടക്കാൻ പറ്റില്ല. അവർ കളിയാക്കി വീട്ടിലൊക്കെ കളിയാക്കിയായിരുന്നു. ഇപ്പൊ ഞാൻ കാല് 2 പാദം നിലത്ത് ചവിട്ടിട്ടാണ് നടക്കുന്നത്. ഒരു പ്രശ്നങ്ങളും ഇല്ല.
ഞാൻ ആകെ കൂടെ ചെയ്തതിന് വേണ്ടിയിട്ട് ഡോക്ടർ തരുന്ന മെഡിസിൻസും അതുപോലെ ഒരു അരമണിക്കൂർ നടക്കും, വ്യായാമം എക്സസൈസ് നടക്കൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന്റെ കൂടെ ഒരു പഥ്യമുണ്ട്, ആയുർവേദ മെഡിസിൻ ആയതുകൊണ്ട് പഥ്യമുണ്ട്. പഥ്യം നല്ല നല്ല പഥ്യം തന്നെയുണ്ട്, മറ്റു മെഡിസിൻസ് പോലെയല്ല. ആ പഥ്യം നമ്മൾ അനുഷ്ഠിക്കുക, ഈ മെഡിസിൻസും കഴിക്കുക, അതുപോലെ ഈ എക്സസൈസും ചെയ്യുക, നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടും. അത് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ പ്രഷർ നോർമലായി, ഷുഗർ നോർമലായി, കൊളസ്ട്രോൾ നോർമലായി, എന്റെ ശരീരഭാരവും കുറഞ്ഞു. എനിക്ക് ആദ്യം ഞാൻ 3 മണിക്കൂർ കൊണ്ട് ചെയ്തിരുന്ന ഒരു വർക്ക് ഇപ്പൊ എനിക്ക് അരമണിക്കൂർ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. രാത്രി എനിക്ക് ഒരു ഉറക്ക ഗുളികയുടെ ആവശ്യമില്ല, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ബെഡ് കണ്ടാൽ മതി, ഞാൻ ഉറങ്ങിപ്പോകും, അത്രയും അവസ്ഥയില്ല. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും മൂഡ് ഓഫ് ആയിരുന്നു, ആരോടും ഞാൻ സംസാരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് സംസാരിക്കാൻ ഒരാളെ കണ്ടാലും ഫേസ് ചെയ്യാൻ എല്ലാത്തിനും എനിക്ക് സാധിക്കുന്നുണ്ട്. അത് ഈ ഫീഡ്ബാക്ക് പറയുന്നതിലൂടെ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും. എനിക്കറിയാം ആദ്യത്തെ ദിവസം വന്നപ്പോ ശരിക്കും ഓപ്പൺ ആയിട്ടൊന്നും പറയുന്ന പോലെ ഇല്ലായിരുന്നു. ഇപ്പൊ നല്ല സ്മാർട്ടായി. അതെ അതെ, എനിക്ക് ഒരുപാട് മൂഡ് ഓഫ് ആയിരുന്നു, വർഷങ്ങളായിട്ട് ഞാൻ മൂഡ് ഓഫ് ആയിരുന്നു. അത് എന്താണ് കാരണം എനിക്ക് തന്നെ അറിയില്ല. ഓരോന്ന് ചിന്തിച്ച് വീട്ടിലിങ്ങനെ ഇരിക്കില്ലായിരുന്നു, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ല, ആരോടും അധികം സംസാരിക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ എനിക്ക് ഒരാളെ കണ്ടാൽ തന്നെ ഞാൻ തന്നെ അങ്ങോട്ട് എടുത്ത് സംസാരിക്കും, അല്ലെങ്കിൽ അവര് സംസാരിക്കുമ്പോ എന്തെങ്കിലും പറയാനേ പതിവുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാ കാര്യത്തിലും എനിക്കൊരു ഉഷാറായി. ലെവൽ എത്രയാ ഇപ്പൊ? TSHന്റെ ലെവൽ 3.46 ആണ് ലാസ്റ്റ് നോക്കിയതായത്. 20 കൊല്ലത്തെ 100 ഗുളിക കഴിച്ചിരുന്നത്. ഷുഗർ ലാസ്റ്റ് നോക്കിയത് 95 ആണ് ഫാസ്റ്റ് ബ്ലഡ് ഷുഗർ. BP 140/90. ഇപ്പോ അതിലും കുറവായിരുന്നു, ഇപ്പൊ ജസ്റ്റ് ഒരു ഇത്. പക്ഷെ അതൊരു വലിയ വേരിയേഷൻ അല്ല, അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് ഈ തൈറോയിഡിന്റെ ഹോർമോൺ ടെസ്റ്റ് മാത്രമേ 20 വർഷമായിട്ട് നടത്തിയിട്ടുള്ളൂ. ഇവിടെ വന്ന് അന്ന് തന്നെ ഡോക്ടർ ആദ്യം പറഞ്ഞത് എന്നോട് തൈറോയിഡ് സ്കാൻ ചെയ്യാനാണ്. സ്കാൻ ചെയ്തപ്പോഴാണ് അതിന്റെ യഥാർത്ഥ പ്രോബ്ലം മനസ്സിലാക്കിയത്. അതിനുശേഷം എനിക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങിയത്. അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുടെ തുടക്കമായിരിക്കും ഈ മുട്ടുവേദന, കാലുവേദന, മേലുവേദന, അതുപോലെ ഉറക്കക്കുറവ്, ഇങ്ങനെ ഉള്ള മാനസിക പ്രോബ്ലങ്ങൾ എല്ലാതും തന്നെ. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വെറുതെ അടുക്കളയിൽ എരിഞ്ഞ് തീരാനുള്ളതല്ല നമ്മുടെ ഒന്നും ചെയ്യുന്നത്. പുറത്തേക്ക് ഇറങ്ങി ഏതെങ്കിലും, നിങ്ങളിപ്പോ ഈ ഡോക്ടറെ കാണുന്നത് ഞാൻ നിർബന്ധം പറയണില്ല, പക്ഷെ അസുഖം കണ്ടുപിടിച്ച് നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഡോക്ടർ വേണമെങ്കിൽ ഇതിന്റെ അടിയിൽ നമ്പർ ഉണ്ടായിരിക്കും, നിങ്ങൾ വിളിച്ച് ചോദിക്കുക, അങ്ങനെ ചെയ്യുക. അല്ലാതെ വെറുതെ നമ്മൾ ജീവിതം പാഴാക്കി കളയരുത്. ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് അത് അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ജീവിതം പാഴാക്കും. ഇതിപ്പോ തൈറോയിഡിന്റെ ഇംഗ്ലീഷ് മെഡിസിൻസ് ആണെങ്കിൽ ലൈഫ് ലോങ്, എന്നോടൊക്കെ പറഞ്ഞത് ലൈഫ് ലോങ് ആണ്, അതായത് മരിക്കുന്ന അന്ന് വരെ ഈ മെഡിസിൻ എടുക്കണം. അപ്പൊ ഇതാണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് കഴിഞ്ഞാൽ, ഈ കാലാവധി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മെഡിസിൻസ് എടുക്കേണ്ട ഒരു ഇതും വരില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോർമലായി കഴിഞ്ഞാൽ, നോർമൽ അല്ലെങ്കിൽ മാത്രം എന്തെങ്കിലും ചെറിയ ദിവസങ്ങൾ കൂടെ അത് എടുക്കേണ്ടി വരും, അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാതും നമുക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ അസുഖങ്ങളും മാറും, നമ്മുടെ ശരീരഭാരവും കുറയും, എല്ലാം കൂടെ നമ്മളൊന്ന് ഉഷാറാവുകയും ചെയ്യും. നിങ്ങൾ വരണം, വന്ന് ഡോക്ടറെ കാണണം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് തോന്നുന്നു ചേട്ടന്? എന്ത് തോന്നുന്നു? നല്ല റിസൾട്ടാണ്, വളരെ സന്തോഷമുണ്ട്. പിന്നെ മുമ്പ് ചെയ്യുന്ന സമയം, മുമ്പ് ഒരു കാര്യം ചെയ്യുന്നതിന് എടുക്കുന്ന സമയത്തിനേക്കാൾ 1/3 സമയം കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. എനർജി ലെവൽ കൂടി, ഇമോഷണലി ഫാസ്റ്റാണ്. പിന്നെ പൊതുവെ നോക്കുമ്പോൾ ആരോഗ്യവതിയാണ്. മുമ്പ് ഒരു കാര്യം ചെയ്യാനുള്ള ആ ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഈ 3 മാസമായപ്പോ ഒരാഴ്ച കൂടുന്തോറും ബെറ്ററായി വരും. ചെയ്യാനുള്ള താല്പര്യം, ചെയ്യലൊക്കെ വളരെ താല്പര്യത്തോടുകൂടിയാണ്. എനർജി കൂടി, ഉഷാറായി, സന്തോഷമായി. അതല്ലേ ഏറ്റവും വലിയ അല്ലേ? നേരത്തെ സന്തോഷം ഉണ്ടായിരുന്നു മനസ്സിന്? മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയായി ഒഴിക്കും. കാരണം തടി ഒരുപാട് കൂടി, 87.5 കിലോ വെയിറ്റ് എന്ന് പറയുമ്പോൾ നല്ല വെയിറ്റ് ആയിരുന്നു. എന്നെക്കാളും കൂടി. അപ്പൊ ഓരോ ദിവസം ഞാനിത് കാണുമ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ പോയി അവിടെ എത്തുന്നുള്ളൊരു പേടി. ഇപ്പോൾ വന്ന് മരുന്ന് വെച്ചതിന് ശേഷം നല്ല സന്തോഷമാണ്. വേദനയൊക്കെ പറയുന്നുണ്ടോ? വേദന പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ മുമ്പ് അരക്കെട്ട് കാലിന്റെ മുന്നിലൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പറഞ്ഞത് സന്തോഷം, രണ്ടുപേർക്ക് സന്തോഷം. ആൾക്ക് പറഞ്ഞതിന്റെ സന്തോഷം, കേൾക്കുന്നതിന്റെ സന്തോഷം. വേദനകളെല്ലാം മാറി, ക്ഷീണം നന്നായിട്ട് മാറി. അതെന്ന് പറഞ്ഞാൽ എപ്പോഴും കിടക്കണം എന്നുള്ള ചിന്തയായിരുന്നു. ഇപ്പൊ ആ ചിന്തയില്ല, കിടപ്പന്നില്ല. കാലത്ത് അങ്ങടെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓരോ വർക്കുകളായിട്ട് ഇങ്ങനെ ഒരുപാട് വർക്കുണ്ട്, വീട്ടിൽ വർക്കുണ്ട്, അതൊക്കെ ഇങ്ങനെ ചെയ്ത് നിൽക്കും. അതെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യാം എന്ന് കരുതി
കുറച്ചു നേരം ഒന്ന് ചെയ്യും, അത് കഴിയുമ്പോൾ ഒന്ന് കിടക്കും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോ അതില്ല, ഇപ്പൊ കണ്ടിന്യൂസ് വർക്ക് തന്നെയാണ്, കിടപ്പേ ഇല്ല. ഉച്ചയ്ക്ക് ജസ്റ്റ് ഒന്ന് കിടന്നെങ്കിൽ എത്ര കിലോ ഉറങ്ങലൊന്നുമില്ല, ഉറങ്ങല് തീരെ ഇല്ല, പകല് തീരെ ഉറക്കമില്ല. അങ്ങനെ കഴിഞ്ഞ് രാത്രി ആയാല് ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് കിടന്നുറങ്ങും. കിടക്കണത് അറിയണുള്ളൂ, ഉറങ്ങി പോകും. ഒരു പ്രശ്നമില്ല, ഒരു ഗുളികയുടെ ആവശ്യം എനിക്കില്ല, സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. കുറുക്കം വലിയും ഇല്ല, ആദ്യം കുറുക്കം വലിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതുമില്ല. എല്ലാം കൊണ്ടും നോർമലായിരിക്കും. പിന്നെ 3 മാസം ഞാൻ പറഞ്ഞത് എന്റെ കാര്യമാണ്. 3 മാസം കൊണ്ട് എല്ലാതും മാറണമെന്നില്ല. ചിലവരുടെ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് പോലെ ഇരിക്കും. ചിലപ്പോൾ കുറച്ച് നാളും കൂടെ അധികം മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് വരും. അത് അങ്ങനെയാണ്, അത് കുറച്ച് നാളും കൂടെ അത്രയ്ക്കേ വരുള്ളൂ. പിന്നെ അതെ, ഓരോരുത്തരുടെ അസുഖങ്ങളുടെ അനുസരിച്ചായിരിക്കും. അതെ അതെ, അങ്ങനെയൊക്കെ വരാം. അത് പക്ഷെ മറ്റു കാര്യങ്ങളൊക്കെ 20 വർഷം കഴിച്ച ആളാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് 3 മാസം ഞാൻ പറഞ്ഞത് എന്റെ അനുഭവമാണ്. പക്ഷെ അതുപോലെ ആയിരിക്കണം എന്നില്ല. ചിലർക്ക് ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും കൂടെയൊക്കെ ടൈം മെഡിസിന് വേണ്ടി എടുക്കേണ്ടി വരും. പിന്നെ പഥ്യം എടുക്കേണ്ടി വരും. പഥ്യം നല്ലൊരു പഥ്യമാണ്, അത് എടുക്കേണ്ടി വരും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അസുഖങ്ങൾ ഫുള്ള് മാറി കിട്ടും, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അസുഖം മാറി സന്തോഷമായിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഒരു ഹൃദയത്തിൽ നിന്നുള്ള സന്തോഷത്തോടെ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എനിക്കും സന്തോഷം നിങ്ങളുടെ മുഖത്ത് ഇത്രയും. ഇത് ഞാൻ എന്റെ ജീവിതാനുഭവമാണ് പറയുന്നത്, അല്ലാതെ ഞാൻ ആരും പറഞ്ഞു പറയിപ്പിക്കുന്നതോ അല്ലാതെ ഒന്നുമല്ല. എന്റെ ജീവിതം എന്നെ അറിയുന്ന ഒരുപാട് പേര് ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്, തൃശ്ശൂരും അല്ലാതെയൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും. അതൊക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് ഡോക്ടറെ കാണാം. താല്പര്യമില്ല, നിങ്ങൾ വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഡോക്ടറെ കണ്ട് വെറുതെ നമ്മുടെ ജീവിതം ഇങ്ങനെ വേദനിച്ച് സഹിച്ച് നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. ഡോക്ടറെ കണ്ട് അസുഖം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള ട്രീറ്റ് ചെയ്ത് നമ്മൾ സന്തോഷകരമായിട്ട് ജീവിച്ചു പോവുക, അതാണ് വേണ്ടത്. അപ്പൊ തൈറോയിഡിൽ തുടങ്ങിയതാണ്, അവസാനം ഡിപ്രഷന് മരുന്ന് കഴിക്കേണ്ട സ്റ്റേജ് വരെ എത്തിയല്ലേ. തൈറോയിഡ് എന്തുമാത്രം നമ്മുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് ഒരു അനുഭവം അല്ലെ, ഇങ്ങനെ ഒരു അനുഭവം അല്ല, ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ കാണാം അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് തൈറോയിഡ് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇപ്പൊ പലപ്പോഴും ഗുളിക കഴിച്ച് TSH നോർമലാക്കി വെക്കുന്നതുകൊണ്ട് മറ്റു പല പ്രശ്നങ്ങൾ വന്നാലും, ഇപ്പൊ ആന്റി പറഞ്ഞ പോലെ ജോയിന്റ് പെയിൻ ആണെങ്കിൽ അതിനുള്ള മരുന്ന്, ഷുഗർ ആണെങ്കിൽ അതിനുള്ള മരുന്ന്, BP കൂടി അതിനുള്ള മരുന്ന്, ഇങ്ങനെ 1 by 1 മരുന്നുകൾ ഇങ്ങനെ കൂടി പൊക്കോണ്ടിരിക്കുമെന്നല്ലാണ്ട് ഇവൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് യാതൊരു മാറ്റവും ശരീരത്തിൽ സംഭവിക്കുന്നില്ല. ആകെപ്പാടെ കിട്ടുന്നത് നിങ്ങൾ ലാബിൽ പോയി നോക്കുമ്പോൾ TSH നോർമലാണ്, അത് നോർമലാണ്. പക്ഷെ അവനുണ്ടാക്കുന്ന ഡാമേജസ് ഒന്നിനൊന്നിന് കൂടി വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇത് ഇവർ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തുറന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ആവശ്യപ്പെട്ടിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. അവർക്കുണ്ടായ ആ സന്തോഷം, കാരണം അവർക്ക് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്തവരാണ്, മറ്റു രോഗികൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളോ സ്വന്തം ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് അതിനൊരു മാറ്റം ഉണ്ടായപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ എല്ലാ ആളുകൾക്കും 3 മാസം പക്ക നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഓരോരുത്തരുടെ ശരീരത്തിനും ഓരോരുത്തർക്കുണ്ടായ പ്രശ്നങ്ങൾ, അവരുടെ സ്റ്റേറ്റ് ആൻഡ് സ്റ്റേജസ് ഓഫ് ദ ഡിസീസും ശരീരത്തിന്റെ അവസ്ഥയൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ട്. ചില ആളുകൾക്ക് 2 മാസം കൊണ്ട് മാറാറുണ്ട്, ചിലർക്ക് 6 മാസം 8 മാസം ഒക്കെ എടുക്കും. അപ്പോൾ ഒരു ഫിക്സ്ഡ് ഡ്യൂറേഷൻ നമുക്ക് 3 മാസം കൊണ്ട് മാറ്റി തരുമെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും മജോറിറ്റി ആളുകൾക്ക് 3 മാസം കൊണ്ട് മാറാറുണ്ട്. പിന്നെ ഒരു സംഗതി, ദയവ് ചെയ്ത് ആരും ഓൺലൈൻ ട്രീറ്റ്മെന്റ് ചോദിക്കരുത്. നമുക്ക് പോസ്റ്റൽ വഴിയോ ഓൺലൈനായിട്ടോ കൺസൾട്ട് ചെയ്ത് അസുഖം മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല. കാരണം ഇതുണ്ടാക്കിയ ഡാമേജസ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പം നിങ്ങളുടെ മാറ്റങ്ങൾ കണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ഫോളോ അപ്പുകളൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനൊരു ഗുണം കിട്ടുകയുള്ളൂ. ഒരുപാട് ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം അത് കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. അതുകൊണ്ട് ഓൺലൈൻ ട്രീറ്റ്മെന്റ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. തൃശ്ശൂർ, ഇടുക്കി, കോട്ടയം 3 സ്ഥലത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കർശനമായ ആഹാര നിയന്ത്രണമുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. നിങ്ങളുടെ അസുഖത്തിന്റെ സിവിയാരിറ്റി അനുസരിച്ച് പഥ്യത്തിന്റെ സിവിയാരിറ്റി മാറും. അതൊരു ജനറലൈസ്ഡ് ഫോം അല്ല. അതുകൊണ്ട് ചില ആളുകൾക്ക് ഇത് പറ്റത്തില്ല, നമ്മുടെ ട്രീറ്റ്മെന്റ് പറ്റത്തില്ല. കാരണം അവർക്ക് ഇച്ചിരി ചായയും നോൺ വെജും ഒന്നും ഇല്ലാതെ ആഹാരം കഴിക്കാൻ പറ്റില്ലാത്ത ആളുകളുണ്ട്. അപ്പം ആഹാര നിയന്ത്രണം ശരിക്കും ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ എനിക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അസുഖം വരുത്തിയെടുക്കുക എന്നുള്ളത് ഭയങ്കര എളുപ്പമാണ്. പക്ഷെ തിരിച്ച് ആരോഗ്യത്തിലേക്ക് പോവുക എന്നത് നമ്മൾ ഒത്തിരി ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ടാൽ മാത്രമേ പറ്റുള്ളൂ.
അപ്പൊ ആത്മാർത്ഥമായിട്ട് എനിക്ക് അസുഖങ്ങളിൽ നിന്നൊരു മോചനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ മാത്രമേ എനിക്ക് സഹായിക്കാനായിട്ട് പറ്റുകയുള്ളൂ.